ഇടുക്കിയിൽ വാഗമൺ ചാത്തൻപാറ വി പോയിന്റിന് സമീപം വിനോദസഞ്ചാരി കാൽ വഴുതി കൊക്കയിലേക്ക് വീണ് മരിച്ചു. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം. എറണാകുളം തോപ്പുംപടി സ്വദേശിനിയും KCB റിട്ടയർഡ് എഞ്ചിനീയറുമായ CC തോബിയാസ് ആണ് മരിച്ചത്. കടുത്ത മൂടൽ മഞ്ഞും റോഡിൽ സുരക്ഷാവേലി ഇല്ലാത്തതുമാണ് അപകടത്തിന് കാരണം. ഇന്നലെ രാത്രിയാണ് അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടായത്. ഇവിടെ ഒരു വിനോദസഞ്ചാരി ഈ കൊക്കയിലേക്ക് പതിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. എറണാകുളം സ്വദേശിയായിട്ടുള്ള തോബിയാസ് ആണ് മരിച്ചത്. ഇദ്ദേഹം വാഗമണിയിൽ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം വൈകിട്ട് 8 മണിയോടുകൂടി മടങ്ങി വരികയായിരുന്നു. ആ സമയത്ത് ഇവിടെ വളരെ ഭീകരമായിട്ടുള്ള കാഴ്ച മറയ്ക്കുന്ന കോടമഞ്ഞുണ്ടായിരുന്നു. ആ സമയത്താണ് വാഹനം ഇവിടെ നിർത്തിയത്. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം ഫോൺ ചെയ്തുകൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ കാൽ വഴുതി താഴേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു വീഴ്ച അത് പൊതുമരാമത്ത് വകുപ്പിനും അതോടൊപ്പം തന്നെ പഞ്ചായത്തിനുമുണ്ട്. കാരണം വലിയ കൊക്കയാണ് ആ സൈഡിലുള്ളത്. പക്ഷേ അതിനൊരു മതിയായ സുരക്ഷാ വേലി ഇവിടെ നിർമ്മിച്ചിട്ടില്ല. നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ വരുന്നൊരു വഴിയാണ് അവിടെ. പലപ്പോഴും ഇവിടെ നിൽക്കുമ്പോൾ മൂലമറ്റം കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ള പ്രദേശമാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ആളുകൾ ഇവിടെ നിന്ന് എപ്പോഴും തങ്ങുന്നുണ്ട്. പക്ഷേ അത് മതിയായ സുരക്ഷ ഇല്ലാത്തതുകൊണ്ട്, സുരക്ഷാ വേലി ഫെൻസിങ് ഇല്ലാത്തത് വലിയ വിഷയമാണ്. കാരണം പലപ്പോഴും കാല് തന്നെ ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ 4-5 പേര് മരണപ്പെട്ട് കഴിഞ്ഞു. കഴിഞ്ഞത് ഇന്നലെയും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ മരണപ്പെടുമ്പോൾ മാത്രം അത് എന്നിട്ട് പോലും അധികൃതരുടെ ഭാഗത്തുനിന്ന് നിസ്സംഗതയാണ്. അങ്ങനെ ടൂറിസ്റ്റുകൾ വരുമ്പോഴും പലപ്പോഴും സന്തോഷിച്ച് വരുന്ന ആൾക്കാർ കണ്ണീരോടുകൂടി തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിന് മാത്രമല്ല, ഇവിടെ ഈ രാത്രിയാണ് കുറ്റാക്കൂർ ഇരുട്ടാണ്. ഇവിടെ LCD ലൈനൊക്കെ പോകുന്നുണ്ട് എങ്കിൽ പോലും ഒരു സ്ട്രീറ്റ് ലൈറ്റോ അങ്ങനെ കാര്യങ്ങളോ ഇല്ല. ഇവിടെ ഒരു ക്രാഷ് ബാരിയർ ഉണ്ടെങ്കിൽ പോലും അതിന് മതിയായ ഉയരമില്ല അല്ലേ? പൊക്കമുള്ള ക്രാഷ് ബാരിക്കേഡ് വേണം. ആ ക്രാഷ് ബാരിക്കേഡിൽ നിന്ന് നോക്കുമ്പോൾ അതിലൊരു അപകട മുന്നറിയിപ്പുള്ള ബോർഡ്, അതായത് റിഫ്ലക്ഷൻ വേണം. അങ്ങനെ ഒരു മുന്നറിയിപ്പ് ബോർഡുകൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പാതയിലെങ്ങും ഇല്ല. സൈൻ ബോർഡുകൾ കുറവ്. മൂടൽമഞ്ഞായി കഴിഞ്ഞാൽ ഒരടി നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പുള്ളിക്കാനത്ത് നിന്ന് ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.